ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പേജ് നമ്പർ 28-ലെ 3 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. ഇന്ന് ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. Fourth question, write 4 arithmetic sequences with 100 as the sum of the first 4 terms. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. ഇവിടെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക തന്നിരിക്കുന്നു, അതായത് 100. ഇതുപയോഗിച്ച് 4 സമാന്തര ശ്രേണികൾ 4 അരിത്മെറ്റിക് സീക്വൻസസ് എഴുതണം. ഇതുമായി ബന്ധപ്പെട്ട റിലേഷൻ എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 4 പദങ്ങളിൽ അറ്റത്തുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള പദങ്ങളുടെ തുകയോട് തുല്യമായിരിക്കും. അതായത് for any 4 consecutive terms of an arithmetic sequences, sum of the terms on the ends and sum of the terms in the middle are the same. 4 terms, അതായത് 4 പദങ്ങൾ ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4. ഇവിടെ സം തുക തന്നിരിക്കുന്നത് 100. ഈ റിലേഷൻ പ്രകാരം അടുത്തടുത്ത 4 പദങ്ങളിൽ അറ്റത്തുള്ള പദങ്ങളുടെ തുകയും നടുക്കുള്ള പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അറ്റത്തുള്ള പദങ്ങൾ x1, x4, തുക x1 പ്ലസ് x4. നടുക്കുള്ള പദങ്ങൾ x2, x3, തുക x2 പ്ലസ് x3. തുക 100 ആണെങ്കിൽ ഇത് 2 ജോഡിയുണ്ട്, ഓരോന്നും 100ൻ്റെ പകുതിയായിരിക്കും. അതായത് x1 പ്ലസ് x4 100/2 ഈക്വൽ ടു 50. x2 പ്ലസ് x3 100/2 ഈക്വൽ ടു 50. അതായത് സമാന്തര ശ്രേണിയിൽ അറ്റത്തുള്ള പദങ്ങളുടെ തുക 50, നടുക്കുള്ള പദങ്ങളുടെ തുക 50. അതായത് x1, x2 പ്ലസ് x3 50 ആയതുകൊണ്ട് തുക 50 വരത്തക്ക രീതിയിൽ ഏത് 2 സംഖ്യകളും തിരഞ്ഞെടുക്കുക. അതായത് ഒന്നില്ലെങ്കിൽ x2 10, x3 40, then 10 plus 40 50, അല്ലെങ്കിൽ 20 30, 20 plus 30 50, അല്ലെങ്കിൽ 15 plus 35, 15 plus 35 50, എക്സെട്ര. ഏത് 2 നമ്പറും സെലക്ട് ചെയ്യുക, സം 50 ആകണം. ഇവിടെ നമുക്ക് 10ഉം 40യും സെലക്ട് ചെയ്യുക. അതായത് x1 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 40, ദെൻ ഫോർത്ത് ടേം x4. ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് 40 മൈനസ് 10, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d ഈക്വൽ ടു 40 മൈനസ് 10 ഈക്വൽ ടു 30. അതായത് ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 40, ഫോർത്ത് ടേം x4. ഇതിൽ കോമൺ ഡിഫറൻസ് 30. നമുക്ക് 4 സമാന്തര ശ്രേണികൾ എഴുതണം. അതിൽ ഫസ്റ്റ് സമാന്തര ശ്രേണി ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം 10, തേർഡ് 40, ഫോർത്ത് x4. ആ ഫോർത്ത് ടേം കാണണമെങ്കിൽ തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ 10ൽ നിന്ന് 30 മൈനസ് ചെയ്യുക. അപ്പോൾ 10 മൈനസ് 30 ഈക്വൽ ടു -20. ഫസ്റ്റ് ടേം -20, ദെൻ സെക്കൻഡ് ടേം 10, തേർഡ് 40, ഫോർത്ത് 40 പ്ലസ് 30 70. ഇത് സം ടെസ്റ്റ് ചെയ്യാം. 70 പ്ലസ് 40 110, 110 പ്ലസ് 10 120, 120 പ്ലസ് -20 100. നെക്സ്റ്റ് സെക്കൻഡ് ടേം 20, തേർഡ് ടേം 30. അതായത് ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം 20, തേർഡ് ടേം 30, ദെൻ ഫോർത്ത് ടേം x4. ഇവിടെ കോമൺ ഡിഫറൻസ്
പൊതുവ്യത്യാസം 30 - 20 equal to 10. Then second arithmetic sequence, first term 20 minus 10. 20 minus 10 is equal to 10. Second term 20. Third term 30. Fourth term 30 plus common difference 10, 40. Then sum 10 plus 20, 30. 30 plus 30, 60. 60 plus 40, 100. അടുത്ത ശ്രേണി കാണുന്നതിനായി സെക്കൻഡ് ടേം 15, തേർഡ് ടേം 35. ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം 15, തേർഡ് ടേം 35, ഫോർത്ത് ടേം x4. Then common difference d is equal to 35 minus 15 equal to 20. Then third sequence, first term 15 minus 20. 15 minus 20 is equal to minus 5. Then second term 15, third 35, fourth term 35 plus 20, 55. Then sum 55 plus 35, 90. 90 plus 15, 105. 105 plus minus 5, 100. The next second term 45, third term 5. Then x1 45, 5, x4. Then common difference 5 minus 45. 5 minus 45 equal to minus 40. Then fourth arithmetic sequence, first term 45 minus 40. 45 minus 40. Then minus become plus. 45 plus 40 is equal to 85. That is first term 85, second term 45, third term 5, fourth term 5 plus minus 40. 5 plus minus 40 is equal to, വലുതിയത് ചെറുത് മൈനസ് ചെയ്യുക, ലാർജ് നമ്പർ സൈൻ. 40 minus 5, 35, ലാർജ് നമ്പർ സൈൻ മൈനസ്, that is minus 35. Then sum 85 plus 5, 90. 90 plus 45, 135. 135 plus minus 35, 100. അപ്പോൾ ഇതേ രീതിയിൽ x2, x3 ഇതിന് ഇഷ്ടമുള്ള വാല്യൂ, അതായത് തുക 50 ആകത്തക്ക രീതിയിൽ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് 4 ശ്രേണികൾ ഉണ്ടാക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ടേം 30, സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് 300. അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. ഇവിടെ ആദ്യ പദം ഫസ്റ്റ് ടേം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് 300. ഇതുമായി ബന്ധപ്പെട്ട റിലേഷൻ ഏതാണ്? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 3 പദങ്ങളുടെ തുക ആ ശ്രേണിയിലെ മധ്യപദത്തിൻ്റെ 3 മടങ്ങായിരിക്കും. ദാറ്റ് ഈസ് the sum of any 3 consecutive terms of an arithmetic sequence is 3 times its middle term. ഇതിത്തെ 3 പദങ്ങൾ terms. ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3. ഇതിൻ്റെ സം തുകയായി വരുന്നത് 300. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300, മീനിങ് 3 ടൈംസ് ദ മിഡിൽ ടേം. മിഡിൽ ടേം x2. 3x2 equal to 300. Therefore x2 equal to 300 into 3 റൈറ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ by 3, 300 by 3, 100. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ടേം 100. അപ്പോൾ പദങ്ങൾ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ടേം തന്നിരിക്കുന്നു 30, സെക്കൻഡ് ടേം 100, ദെൻ തേർഡ് ടേം x3. ഈ തേർഡ് ടേം കാണണമെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണണം. പൊതുവ്യത്യാസം d കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 100 minus 30.
equal to 70. Therefore, third term x3 equal to second term plus common difference 70, 100 plus 70 equal to 170. Therefore, ആദ്യത്തെ മൂന്ന് പദങ്ങൾ ഫസ്റ്റ് ടേം x1 30, സെക്കൻഡ് ടേം x2 100, തേർഡ് ടേം x3 170. The next question, first term 30, sum of the first 4 terms 300. അതായത് ആദ്യ പദം 30, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300. ടേംസ് പദങ്ങൾ ഈക്വൽ ടു ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4. 4 പദങ്ങൾ. എന്താ റിലേഷൻ? ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 4 പദങ്ങളിൽ അറ്റത്തുള്ള പദങ്ങളുടെ തുകയും നടുക്കുള്ള പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതായത് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ എൻഡ്സ് ഈക്വൽ ടു സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ. അതായത് x1 പ്ലസ് x4. Then next x2 പ്ലസ് x3. ഇവിടെ തുകയായി തന്നിരിക്കുന്നത് സം 300. ഇവിടെ 2 ജോഡി സംഖ്യകളുള്ളത് കൊണ്ട് 300നെ 2ആയി ഡിവൈഡ് ചെയ്യുക. അതായത് x1 പ്ലസ് x4 ഈക്വൽ ടു 300/2 ഈക്വൽ ടു 150. x2 പ്ലസ് x3 ഓൾസോ 300/2 ഈക്വൽ ടു 150. അതായത് x1 പ്ലസ് x4 ഈക്വൽ ടു 150. x1 ഫസ്റ്റ് ടേം 30 തന്നിരിക്കുന്നു, പ്ലസ് x4 ഈക്വൽ ടു 150. Therefore, x4 ഈക്വൽ ടു 150. ഈ പ്ലസ് 30 ബിക്കം മൈനസ് 30 ഈക്വൽ ടു 120. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 4ാമത്തെ പദം 120. അപ്പോൾ ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം 120. ഇങ്ങനത്തെ ഒരു ശ്രേണിയിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുന്നത്? അതായത് നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ് 1 2 3 4. 4 മൈനസ് 1 3 കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഈ ബന്ധം പഠിച്ചതാണ്. 120 മൈനസ് 30, 3d ഈക്വൽ ടു 120 മൈനസ് 30 90. Therefore, d ഈക്വൽ ടു 90 ഇൻറ്റു 3 ബിക്കം ബൈ 3 ഈക്വൽ ടു 30. അതായത് ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ കോമൺ ഡിഫറൻസ് 30 ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ കണ്ടെത്താം. ഫസ്റ്റ് ടേം x1 തന്നിരിക്കുന്നു 30 30. സെക്കൻഡ് ടേം x2 30നോട് കോമൺ ഡിഫറൻസ് 30 ആഡ് ചെയ്യുക, 30 പ്ലസ് 30 ഈക്വൽ ടു 60. തേർഡ് ടേം x3 ഈക്വൽ ടു സെക്കൻഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് 30 ആഡ് ചെയ്യുക, 60 പ്ലസ് 30 ഈക്വൽ ടു 90. അതായത് ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 60, തേർഡ് ടേം 90. Then third question, first term 30, sum of the first 5 terms equal to 300. അതായത് ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ആദ്യത്തെ 5 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300 മീൻസ് ദ റിലേഷൻ. ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 5 പദങ്ങളുടെ തുക ആ ശ്രേണിയിലെ മധ്യപദത്തിൻ്റെ 5 മടങ്ങായിരിക്കും. സം ഓഫ് any 5 consecutive terms of an arithmetic sequence is 5 times its middle term. അതായത് ടേംസ് പദങ്ങൾ സമം ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4, ഫിഫ്ത്ത് ടേം x5. സം തുക ഈക്വൽ ടു 300. ഇവിടെ മധ്യപദം x3. ഈ റിലേഷൻ പ്രകാരം
അടുത്തടുത്ത 5 പദങ്ങളുടെ തുക മധ്യപദത്തിൻ്റെ 5 മടങ്ങായിരിക്കും. അതായത് 5 ഇൻറ്റു x3 ഈക്വൽ ടു 300. Therefore x3 ഈക്വൽ ടു 300 ഇൻറ്റു 5 by 5 ഈക്വൽ ടു 300 by 5 is equal to 60. അതായത് ഈ സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദം, അതായത് മധ്യപദം 60. നമുക്ക് ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളാണ് കാണേണ്ടത്. ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം x2, തേർഡ് ടേം 60. ഈ ബന്ധം ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 3 പദങ്ങൾ എ ബി സി ആണെങ്കിൽ മധ്യപദം ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. അതായത് എ 30, സി 60. 30 പ്ലസ് 60 ബൈ 2 ഈക്വൽ ടു 90 ബൈ 2 ഈക്വൽ ടു 45. അതായത് ഫസ്റ്റ് ടേം 30, x1 30, സെക്കൻഡ് ടേം x2 45, തേർഡ് ടേം x3 60. ഇതാണ് സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം 30, സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് 300. അപ്പോൾ ടേംസ് പദങ്ങൾ x1, x2, x3, x4, x5, x6. പൊസിഷൻ്റെ തുകയും പൊസിഷൻസിലെ ടേമിൻ്റെ തുകയും തുല്യമാണെന്ന ബന്ധം നാം പഠിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 5th ടേം ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് 4th ടേം. അതായത് x1 പ്ലസ് x6, x2 പ്ലസ് x5, x3 പ്ലസ് x4. ഇത് 3 ജോഡി പദങ്ങളാണ്. തുക സം 300 തന്നിരിക്കുന്നു. അപ്പോൾ ഈ 300നെ 3ആയി ഡിവൈഡ് ചെയ്യണം. അതായത് x1 പ്ലസ് x6 300 by 3 equal to 100. x2 plus x5 also 300 by 3 equal to 100. Then x3 plus x4 also 100. Then first x1 plus x6 equal to 100. x1 first term 30 plus x6 equal to 100. Therefore x6 equal to 100. ലെഫ്റ്റ് സൈഡിലെ പ്ലസ് 30 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് 30 ഈക്വൽ ടു 100 മൈനസ് 30 70. അപ്പോൾ ഈ സീക്വൻസ് ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് അറിയില്ല, ഫോർത്ത് അറിയില്ല, ഫിഫ്ത്ത് അറിയില്ല, 6th 70. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ് 1 2 3 4 5 6. 6 മൈനസ് 1 5 കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം 70 മൈനസ് 30. Therefore 5d equal to 70 minus 30 40. Therefore d equal to 40 division 5 equal to 8. അതായത് ഈ സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് 8. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കാണണം. അതായത് ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 30, സെക്കൻഡ് ടേം x2 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 30 പ്ലസ് കോമൺ ഡിഫറൻസ് 8, 30 പ്ലസ് 8 ഈക്വൽ ടു 38. ദെൻ തേർഡ് ടേം x3, സെക്കൻഡ് ടേം 38 പ്ലസ് കോമൺ ഡിഫറൻസ് 8 ഈക്വൽ ടു 46. അതായത് ഈ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 38, തേർഡ് ടേം 46. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. അതായത് ഒരു പഞ്ചഭുജത്തിൻ്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അതിലെ ഏറ്റവും ചെറിയ കോണിൻ്റെ വലുപ്പം 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കുക. ഈ പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അതിൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് 36 ഡിഗ്രിയിൽ കൂടുതലാണ്. അതായത് 36 ഡിഗ്രി അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇതിനാദ്യം നാം പഞ്ചഭുജത്തിലെ കോണുകളുടെ സം കാണണം. സം ഓഫ് ദ ആംഗിൾസ് കോണുകളുടെ തുക
ഒരു പോളിഗണിലെ ഇന്റേണൽ ആംഗിൾസിൻ്റെ സം കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം n-2 ഇൻറ്റു 180. അതായത് n മീൻസ് നമ്പർ ഓഫ് സൈഡ്സ്, പഞ്ചഭുജം, പെൻറ്റഗൺ മീൻസ് 5 സൈഡ്സ്. ദെൻ 5 - 2 ഇൻറ്റു 180, 5 - 2 3 ഇൻറ്റു 180, 3 ഇൻറ്റു 180 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 540 ഡിഗ്രി. ഇതാണ് പഞ്ചഭുജത്തിലെ ആന്തരകോണുകളുടെ തുക. അതായത് പെൻറ്റഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് 540 ഡിഗ്രി. നമുക്ക് ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് 36 എന്ന് പരിഗണിക്കുക. അതായത് പെൻറ്റഗണിൻ്റെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ആംഗിൾസ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്, കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അതുകൊണ്ട് ഇതിലെ ചെറിയ മെഷർമെൻറ്റ്, ചെറിയ കോൺ 36 എന്നും കോമൺ ഡിഫറൻസ് ഡി എന്നും എടുക്കുക. സ്മോളസ്റ്റ് ആംഗിൾ, ചെറിയ കോൺ = 36 ഡിഗ്രി. ദെൻ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഡി. ഇങ്ങനെയാണെങ്കിൽ ശ്രേണി നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം 36 ഡിഗ്രി, സെക്കൻഡ് ടേം 36നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക 36 പ്ലസ് ഡി, തേർഡ് ടേം സെക്കൻഡ് ടേം 36 പ്ലസ് ഡി പ്ലസ് കോമൺ ഡിഫറൻസ് ഡി, ദാറ്റ് ഈസ് 36 പ്ലസ് 2d. ദെൻ ഫോർത്ത് 36 പ്ലസ് 3d, ഫിഫ്ത്ത് 36 പ്ലസ് 4d. ഇതാണ് ഈ സീക്വൻസിലെ ടേംസ്. 36 പ്ലസ് ഡി, 36 പ്ലസ് 2d, 36 പ്ലസ് 3d, 36 പ്ലസ് 4d. ഇതാണ് പഞ്ചഭുജത്തിലെ കോണുകളുടെ അളവുകൾ. ഈ കോണുകളുടെ സം 540 ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. അതായത് 36 പ്ലസ് ഡി പ്ലസ് 36 പ്ലസ് 2d പ്ലസ് 36 പ്ലസ് 3d പ്ലസ് 36 പ്ലസ് 4d = 540. ഇവിടെ സോൾവ് ചെയ്യുന്നതിനെ ആദ്യം ഡി ആഡ് ചെയ്യുക. ഡി പ്ലസ് 2d 3d, 3d പ്ലസ് 3d 6d, 6d പ്ലസ് 4d 10d പ്ലസ് നെക്സ്റ്റ് 36 5 ടൈംസ് ഉണ്ട്. 1 2 3 4 5. അപ്പോൾ 36 5 പ്രാവശ്യം ആഡ് ചെയ്യുക എന്നതിന് പകരം 36 × 5 എടുത്താൽ മതി. അതായത് 10d പ്ലസ് 5 × 36 = 540. 10d പ്ലസ് 36 5s are 180 = 540. ഇനി 180 റൈറ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അതായത് 10d = 540 plus 180 become minus 180. That is 10d = 540 minus 180 = 0. 360. Therefore d is equal to 360 by 10, 0 cancel = 36. അതായത് ഈ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 36 എന്ന് കിട്ടി. Therefore സീക്വൻസ് ഫസ്റ്റ് ടേം 36 ആയിരുന്നു. സെക്കൻഡ് ടേം 36 പ്ലസ് ഡി, തേർഡ് 36 പ്ലസ് 2d, ദെൻ 36 പ്ലസ് 3d, ദെൻ 36 പ്ലസ് 4d. ഇങ്ങനെയായിരുന്നു ഈ ശ്രേണി. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം 36, then 36 plus d means 36 plus 36 72, 72 plus 36 108, then 108 plus 36 144, 144 plus 36 180.
അപ്പോൾ ഇതാണ് ഈ സീക്വൻസിലെ 5 ടേംസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ സീക്വൻസിലെ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ പഞ്ചഭുജത്തിലെ 5 ആന്തരകോണുകൾ കിട്ടിയിരിക്കുന്നു. അത് ഫസ്റ്റ് ആന്തരകോൺ 36, നെക്സ്റ്റ് 72, നെക്സ്റ്റ് 108, നെക്സ്റ്റ് 144, ലാസ്റ്റ് 180. നമുക്കറിയാം ഇതൊരിക്കലും 180 ആകില്ല എന്ന്. കാരണം നമുക്ക് ഇതിൻ്റെ എല്ലാം ഔട്ടർ ആംഗിൾസ് കാണാം. ഈ ഔട്ടർ ആംഗിൾ എങ്ങനെ കാണും? ഇത് രണ്ടും ലീനിയർ പെയർ, രേഖീയ ജോഡികളാണ്. ഒരു ആംഗിൾ 36, അപ്പോൾ അടുത്ത ആംഗിൾ 180 മൈനസ് 36 ഈക്വൽ ടു 144. ഇതേ രീതിയിൽ എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിൾ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ 180 ആണെങ്കിൽ, അല്ല നമുക്കറിയാം ആണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ 180 മൈനസ് 180 0. ഇതിൻ്റെ മീനിങ് ഇങ്ങനെ ഒരു ആംഗിൾ അവിടെ ഇല്ല എന്നതാണ്. അത് 180 ആംഗിൾ ഇതിൽ ഫോം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ചെറിയ ആംഗിൾ 36 ആണെങ്കിൽ, 36 ആണെങ്കിൽ ഒരു ആംഗിൾ 180 ആയിട്ട് വരും. 180 ആംഗിൾ നമ്മൾ ചെയ്യുമ്പോൾ ഔട്ടർ ആംഗിൾ 0 ആയതുകൊണ്ട് അങ്ങനെ ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ചെറിയ ആംഗിൾ 36നേക്കാൾ കൂടുതലായിരിക്കണം. 36നേക്കാൾ ലാർജ് ആണെങ്കിൽ മാത്രമാണ് ഈ 180 ഇവിടുന്ന് മാറുകയുള്ളൂ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലെ ചെറിയ കോണിൻ്റെ അളവ്, അതായത് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36, ചെറിയ കോണിൻ്റെ അളവ് 36 ഡിഗ്രിയിൽ കൂടണം എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. ഇഫ് വൺ ആംഗിൾ ഈസ് 180 ഡിഗ്രി, നോ ആംഗിൾ വിൽ ബി ഫോംഡ് ദെയർ. ഒരു കോൺ 180 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ ഒരു കോൺ അവിടെ ഉണ്ടാകില്ല. ദെയർഫോർ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി, അതായത് ചെറിയ കോൺ 36 ഡിഗ്രിയിൽ കൂടണം എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ പേജ് നമ്പർ 28 പ്രോബ്ലംസ് എല്ലാം നാം സോൾവ് ചെയ്തു. ഇതെല്ലാം നന്നായി എഴുതി പഠിക്കുക. എന്നാൽ മാത്രമാണ് എക്സാമിനേഷന് വളരെ ഈസിയായി അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ഹോംവർക്ക് നോക്കൂ. പേജ് നമ്പർ 28 6th ക്വസ്റ്റ്യൻ. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അത് എല്ലാവരും ചെയ്യുക. ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക എങ്ങനെ കണ്ടെത്താമെന്നാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.